മെസ്സേജ് കൊടുക്കണം. വലിയ തിരുമേനില്ലേ ഇവിടെ? എന്താ? അച്ഛൻ അമ്പലത്തിലാ. എന്താ വേണ്ടേ? കോവിലകത്ത് ഇടഞ്ഞാല് പാപ്പാന് കുറ്റി ഇപ്പൊ മനപ്പറമ്പിൽ കയറി നിൽക്കുക. വലിയ തിരുമേനി വരാതെ കേശവനെ തളയ്ക്കാൻ പറ്റില്ല. അച്ഛൻ അമ്പലത്തിലുണ്ടാവും, അങ്ങോട്ട് പൊയ്ക്കോളൂ. ശരി. അതെ, ഇനി താമസിക്കണമെന്ന് എനിക്ക് അഭിപ്രായമില്ല. കളക്ടറുടെ ഓർഡർ ഇല്ലാതെ പിടിക്കാൻ പറ്റില്ല. ഇവിടെ ഉണ്ടാകുന്ന എല്ലാ നാശത്തിനും നിങ്ങളായിരിക്കും ഉത്തരവാദി. എന്നെ കിട്ടില്ല. 4 ആളെ തട്ടിയതാ ഇവൻ. അതിൽ 2 ഞാൻ നേരിട്ട് കണ്ടതാ. തമ്പുരാൻ ആള് പോയിട്ടുണ്ട്. ഇത്രയായ സ്ഥിതിക്ക് അദ്ദേഹം വരുന്നവരെ ഒന്ന് ക്ഷമിച്ചൂടെ? എന്താ തമ്പുരാൻ വന്ന ആനെ പിടിച്ച് വിഴുങ്ങുവോ? ഒന്ന് പോണമേ. മനസ്സിലായി കൊടുക്ക. അദ്ദേഹം നിപുണനാ. ആരാ ഇവന്റെ പാപ്പൻ? ഞാനാ. ഒലിക്കുന്നുണ്ടല്ലേ? ഇടതോ വലതോ? വലത്. ആരെയും കൊല്ലാഞ്ഞത് ഭാഗ്യം. ഒരു ഉരുളി ചോറും 1 കൊല പൂമ്പഴവും ശരിയാക്കി വെക്ക. ശരി. തെങ്ങും പട്ടം ഉണ്ടാവല്ലോ, കിട്ടും. 2 എണ്ണം വെട്ടി പെൻസിൽ കൂർപ്പിക്കണ മാതിരി കൂർപ്പിച്ച് ഇങ്ങോട്ട് കൊണ്ടുവരാ. വേഗം ആയിക്കോട്ടെ. ഇതിലൊന്നും ആന ഒതുങ്ങൂല. എവിടെ ഒതുങ്ങാനാ? 2 പട്ടയും കൊണ്ടുവന്ന ഇതെന്താ ആട്ടുംകുട്ടിയോ? വെറുതെ സമയം കളയാ. കൊണ്ടോ. ഞാൻ ജീവിച്ചിരിക്കുമ്പോ നീ ആരെയും കൊല്ലാൻ പാടില്ല. എവിടെ പാപ്പാൻ? ഊറ്റുവെള്ളം കിടുക. ആ ചോറും പഴവും കൊടുക്ക. ശരി. ടൗണിയെ രാങ്ങാട്ട് കേശവന് തിളയ്ക്കാൻ 2 പട്ട വേണം. നിന്നെ തിളയ്ക്കാൻ 2 ഈർക്കിലി മതി. സൂക്ഷിച്ചോളാ. പോയി ചായയും കടിക്കും കേക്ക. എന്നെ ഇളകിയിട്ടില്ല. ഇളകിയിട്ടില്ല. അള്ളാന് ഓൻ ഇളകിയ ഉളിയെടുക്കും. ഇളകിയ ഉളിയെടുക്കും എന്ന് പറയുന്നല്ലേ. ഇവൻ ഇന്ന് വരെ ഉളിയെടുത്ത് ഞാൻ കണ്ടിട്ടില്ല. എടുക്കും ഞാൻ. ഇത് പുറത്തെടുത്താൽ ഇവിടെ പലതും സംഭവിക്കും. ഉളിയെടുക്കുവോ? ഉളിയെടുത്താലെന്താ? ഓൻ മരം പണിയും. ഓന്റെ പെങ്ങള് കെട്ടിത്തൂങ്ങി ചത്തത് മുതൽ തുടങ്ങിയതാ ഈ ഭ്രാന്ത്. കെട്ടി തൂങ്ങി ചത്തന്ന് നാട്ടുകാരെ ആമ്പിള്ളേർ നെഞ്ചത്തേക്ക് പാഞ്ഞു കയറുമ്പോ ആലോചിക്കേണ്ടിയിരുന്നു. ഇങ്ങക്ക് വല്ലതും അറിയോ കാക്ക? അപ്പൊ അങ്ങനെയാ? അല്ല, നിങ്ങൾ അറിഞ്ഞില്ലേ? ദേവൻ വരാൻ പോവാ. ഇനിയിപ്പൊ ഇവിടെ പലതും നടക്കും. ആരുടെയൊക്കെ കൈയും കാലും പോവാന്ന് കണ്ടറിയണം. വിഡ്ഢി, അവൻ ജയിലിൽ നിന്ന് വരെ നടക്കില്ല. അഥവാ വന്നാ തന്നെ താനെന്തിനാ പേടിക്കണേ? എനിക്ക് പേടിയൊന്നുമില്ല. പിന്നെ ഇവിടെ എന്തൊക്കെയാ സംഭവിക്കാൻ പോണെന്ന് ആലോചിച്ചിട്ടാ എന്റെ വിഷമം. ഓഹോ,
ഒരു ചുക്കും സംഭവിക്കില്ല. ഞാനിത് കേട്ടപ്പോ അപ്പൊ വിളിച്ചു മിനിസ്റ്ററെ. അങ്ങേര് പറഞ്ഞു ഗോപാൽജി ധൈര്യമായിട്ടിരുന്നു, ഒന്നും പേടിക്കണ്ടാണ്. എനിക്ക് കേൾക്കണ്ട തന്റെ ഈ ലണ്ടൻ അടികൾ. ദേവം വരുന്നു എന്ന് കേൾക്കുമ്പോ സന്തോഷായി. സാവിത്രിക്കും തിരുമേനിക്കും ഒരാശ്വാസമാകും. കാർത്തു, ദേവൻ വരുവോ പോവോ എന്തെങ്കിലും ചെയ്തോട്ടെ. നീ ചോറ്റാനിക്കരയ്ക്ക് ഭജനത്തിന് പോകാൻ തയ്യാറായിക്കോളൂ. ഏതായാലും അത് മുടക്കണ്ട. ഓ കാർത്യായനി ഇന്ന് ഭജനത്തിന് പോവാണ്. താൻ പോയി ആ ആനന്ദൻ ടീച്ചറിനോട് ഇങ്ങോട്ട് വരാൻ പറയാ. എന്നാ പിന്നെ ആദ്യം ഇത് കിടക്കട്ടെ. ഇന്ന് ഇത്ര മതി, വയ്യ. ഇനി നാളെ നനച്ചോളാം. നിർത്താറായ ഞാൻ പറയും. ഞാൻ ഇവിടെ ഇരിക്കുന്ന അതിനാ. നനിക്കു വേഗം. എന്താ കൈമളെ, സുഖമല്ലേ? പിന്നല്ലാതെ പരമസുഖം. ഒരു പാട്ട് എണ്ണയും രണ്ടുപോലെ പഴവും കാറിലുണ്ട്, അത് എടുക്കാനുള്ള ഏർപ്പാട് ചെയ്യേ. എന്താ നോക്കി നിൽക്കണേ? അതെടുത്ത് അകത്തേക്ക് വെക്കേ. നനയെല്ലാം പടിഞ്ഞപ്പുറത്ത് മതി. ഒന്ന് ക്ഷീണിച്ചിട്ടുണ്ടോ ഈയിടെയായിട്ട്? ഏയ് ഒട്ടൂല, സ്നേഹം കൊണ്ട് അങ്ങനെ തോന്നുന്നതാ. ആരെങ്കിലും കാണും. എനിക്കങ്ങനെ ഒളിച്ചും മറഞ്ഞും സ്നേഹം കാണിച്ച് ശീലല്ല. നേരെ വാ, നേരെ പോ. പിന്നെ ഈ വീരശൂര പരാക്രമമൊക്കെ എന്റെ മുമ്പിലല്ലാതെ മറ്റാരുടെ അടുത്ത ചെലവാകാ? ആനയെ തളയ്ക്കാൻ ചെന്നിട്ട് ഇപ്പൊ എന്തായി? തെക്കേപ്പാട്ട് രാവുണ്ണി നായർ തോറ്റിട്ടില്ല. ഇനി ആർക്കും തോൽപ്പിക്കാൻ സാധിക്കുകയില്ല. അതൊക്കെ പോട്ടെ, തോറ്റിട്ടുണ്ടെങ്കിൽ തന്നെ ചേട്ടന്റെ മുമ്പിലല്ലേ? രക്തബന്ധമല്ലേ? അത് ഞാൻ മാത്രം ഓർത്താ മതിയോ? ഇന്നേ വരെ നല്ലൊരു വാക്ക് പോലും ആ മനുഷ്യനോട് പറഞ്ഞിട്ടുണ്ടോ? ശരിക്കും പറഞ്ഞാൽ ഞാൻ അനിയന്റെ സ്ഥാനത്താ, അല്ലാതെ അന്യനല്ല. എന്നിട്ടും അതൊക്കെ പോട്ടെ, കുടിക്കാൻ എന്താ വേണ്ടത്? കാപ്പിയോ ഇളനീരോ? അതുമല്ലെങ്കിൽ സരോജിനി ആദ്യം ചോദിക്കാൻ ഭാവിച്ചില്ലേ, അതാദ്യം. എന്നിട്ട് പിന്നെ